നമസ്കാരം. കടൽസ് ഫൗണ്ടേഷനിലേക്ക് നിങ്ങളെ സ്വാഗതം ചെയ്യുന്നു. ഞങ്ങൾ കുട്ടികൾക്ക് നല്ല ആഹാരവും നല്ല ചികിത്സയും നൽകി ക്യാൻസർ എതിർക്കാൻ സഹായിക്കുന്നു. നിങ്ങൾക്കെല്ലാം അറിയാലോ, ക്യാൻസർ എതിർത്ത് പോരാടുമ്പോൾ ഒരുപാട് സൈഡ് എഫക്ട്സ് ഉണ്ടാവാൻ സാധ്യതയുണ്ട്. അതിൽ വളരെ സാധാരണമായി ഉണ്ടാവുന്ന ഒരു സൈഡ് എഫക്റ്റാണ് മലബന്ധം. മലബന്ധം എന്ന് പറയുമ്പോൾ കുട്ടികളുടെ മലം ഗട്ടിയാവും. എന്നാൽ അത് കുറയ്ക്കാൻ ഒരുപാട് വഴികളുണ്ട്. കുട്ടികളുടെ ആഹാരത്തിൽ മലക്കറികൾ കൂട്ടിയാൽ മതി. അതിലുള്ള ഫൈബർ കാരണം മലബന്ധം ഉണ്ടാവാതെ തടയും. വെജിറ്റബിൾ സൂപ്പ്, വെജിറ്റബിൾ കട്ട്ലറ്റ് അല്ലെങ്കിൽ വെജിറ്റബിൾ പറാത്ത കൊടുക്കാം. അത് മാത്രമല്ല, ബ്ലെൻഡറിലിട്ട് മലക്കറികൾ നന്നായി അരച്ച് ഗോതമ്പ് മാവിൽ കലക്കി ചപ്പാത്തിയോ പറാട്ടയോ ഉണ്ടാക്കിയാൽ പോഷണം മാത്രമല്ല നല്ല രുചിയും ഉണ്ടാവും. പപ്പായ, ഓറഞ്ച്, പഴം ഇതുപോലെയുള്ള നല്ല തിക്ക് സ്കിന്നുള്ള ഈ ഫ്രൂട്ട്സൊക്കെ ദിവസത്തിൽ 2 പ്രാവശ്യം കൊടുക്കാം. വാൾനട്ട്സ്, ബാദാം, നിലക്കടല ഇതൊക്കെ ഉറപ്പായിട്ടും കൊടുക്കണം. ഹോൾ ഗ്രെയിൻസ് നിറഞ്ഞ ഭക്ഷണങ്ങളും വളരെ നല്ലതാണ്. അതായത് പരിപ്പ്, മില്ലറ്റ്സ് കിച്ചടി, റാഗി, നാച്നി, പിന്നെ ദാൽ കിച്ചടി ഇതൊക്കെ കൊടുക്കുന്നത് കുട്ടികൾക്ക് വളരെ നല്ലതാണ്. വെള്ളം മാത്രമല്ല, മോര്, പാല്, പരിപ്പ് വേവിച്ച വെള്ളം, മലക്കറി കൊണ്ടുണ്ടാക്കുന്ന സൂപ്പ് ഇതുപോലെയുള്ള വെള്ള ആഹാരങ്ങൾ നിറച്ചു കൊടുക്കൂ. ഉറക്കം എഴിച്ച ഉടനെ ഇഞ്ചിയും ജീരകവും ഇട്ട് തിളപ്പിച്ച വെള്ളം കൊടുക്കുന്നത് നല്ലതാ. ഇത് ജീർണശക്തി കൂട്ടും, പിന്നെ മലത്തിന്റെ കട്ടിയും കുറയ്ക്കും. ഉറങ്ങുന്നതിന് മുമ്പ് ചൂട് പാലിൽ കുറച്ച് നെയ്യ് ചേർത്ത് കൊടുക്കാം. അത് കാരണം കുട്ടികളുടെ മലബന്ധം കുറച്ച് സ്വസ്ഥമായി ഉറങ്ങാൻ സാധിക്കും. കുട്ടികളെ എത്ര പറ്റുമോ അത്രയും ഓടാനും കളിക്കാനും വിടണം. ബ്രെഡ്, ബിസ്ക്കറ്റ്സ്, പിന്നെ ചിപ്സ് പോലെയുള്ള പാക്കേജ് ഫുഡ്സും പിന്നെ റോഡിൽ വിൽക്കുന്ന സ്ട്രീറ്റ് ഫുഡ്സും അവോയ്ഡ് ചെയ്യണം. അത് കഴിച്ചാൽ മലബന്ധം ഇനിയും കൂടും. മലബന്ധം എതിർത്ത് പോരാടാനുള്ള ചെറിയ വഴികളാണിതൊക്കെ. കടൽസ് ഡയറ്റീഷ്യന്റെ സഹായത്തോടെ നിങ്ങൾക്കിത് വളരെ എളുപ്പത്തിൽ ശരിയാക്കാം. നിങ്ങൾക്കെന്തെങ്കിലും സംശയമുണ്ടെങ്കിൽ സഹായിക്കാൻ ഞങ്ങൾ എപ്പോഴും തയ്യാറാണ്. നിങ്ങളുടെ കുട്ടികൾക്ക് ആവശ്യമായ ശരിയായ ഡയറ്റ് പ്ലാൻ ഞങ്ങൾ റെഡിയാക്കി തരും. ഈ യുദ്ധം നമ്മൾ ഒരുമിച്ച് പോരാടാം.